ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഇവാൻ ഫ്രീക്ക് വ്ളോഗ്സ്. നമ്മളിന്നൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആണ്. നമ്മളിന്ന് നമ്മുടെ M5 റിവീലിംഗ് ആണെന്ന്. നമ്മളിവിടെ ഒരാളേ ഉള്ളൂ, പക്ഷെ നമുക്ക് കുറച്ച് പേരുടെ വിളിച്ച് നോക്കാം. വരുവാണെങ്കിൽ വരട്ടെ കേട്ടോ. നമുക്കൊരു കമൻറ്റ് ഇട്ടേക്കാം അങ്ങോട്ട്. എൻ്റെ കാർ ഡോണറ്റിൽ വെച്ച് റിവീൽ ചെയ്യാൻ ഒരു കമൻറ്റ് ഇട്ടേക്കാം. ആരെങ്കിലും വരുവാണെങ്കിൽ വരട്ടെ. എന്നിട്ട് ലിഫ്റ്റ് കിട്ടിയ കൊണ്ടായിരുന്നു നമുക്ക് അവിടം വരെ പോകാനായിട്ട്. നമ്മളിനി മുകളിലത്തെ സെയിലിലോട്ട് പോവുകയാണ്. എന്നിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരാം. ആരെങ്കിലും ഒരാളായാലും മതി കേട്ടോ. എൻ്റെ കേസ് നമ്മുടെ ചാനലിൽ 1K അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്യും. നല്ല കേസ് 1K ഒന്നും വേണ്ട. ഞാൻ നിങ്ങളൊന്ന് വെക്കേണ്ടതെന്നൊരു കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് മീറ്റപ്പ് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ റെക്കോർഡിരിക്കുകയാണ്. നമുക്ക് മുകളിൽ ചെന്നിട്ട് അവരെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. നമ്മൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന വ്യക്തിയാൽ കാറിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എൻ്റെ ഗൈസ് ഈ വീഡിയോയുടെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 200 പ്ലീസ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ അടിക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ 1K ആയി കഴിയുമ്പോൾ ഒരു ഗിവ് അവേ ഉണ്ടാവും. അത് സീക്രട്ടാണ്. അത് നമുക്ക് സർപ്രൈസായിട്ട് വെച്ചേക്കുവാണ്. ഞാൻ 1K അടിക്കുമ്പോൾ ഞാനത് അയച്ചു തരുന്നതായിരിക്കും. ഒരു വണ്ടി അങ്ങോട്ട് പോയി ഗൈസ്. മറ്റേ വണ്ടി ആ വണ്ടി കയറി പോവായിരുന്നു, പക്ഷെ ആ വണ്ടി അങ്ങോട്ട് പോയി. എനിക്ക് ആ സെയിലിൻ്റെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ കൂട്ടത്തിൽ കാർ പാർക്കിംഗ് കളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയൊരു വണ്ടി പോയി. ചേട്ടാ അയ്യോ ചേട്ടാ, വണ്ടി വെട്ടി. വണ്ടി വന്ന് തിരിച്ചിട്ടുണ്ട്. അതിനും കയറിക്കാം. ലുക്കാസ് 10. നമുക്ക് ഈ പുള്ളിയോടൊന്ന് ചോദിച്ചു നോക്കാം വരുമോന്ന്. കണ്ടിട്ട് ചോദിച്ചു നോക്കാം. അങ്ങനെ നമ്മൾ അവസാനം സെയിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരുടെ അടുത്തും കൂടെ പറയാം കേട്ടോ. അറിവിലാണ്. അപ്പോൾ ഈ ബ്രോ നല്ല ഒരു പുള്ളിയാണ്. നമുക്കൊരു പേഴ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി കൊണ്ട് നോക്കി, കിട്ടുന്ന വണ്ടി അത് ബ്ലാക്ക് വണ്ടി. അടിപൊളി വണ്ടിയില്ലേ. വേറെ കുറേ വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട്, കാണാനും കൂടെ പറ്റണില്ല. അയ്യോ ഗൈസ് സോറി, അറിയണ്ട. നമ്മുടെ BMW സൈഡ് ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോയി. നമുക്ക് റിവീൽ എടുക്കാം. ലൂക്കാസ് 10 പുള്ളി ഓക്കേന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണം. പുള്ളി ഫ്രണ്ടിലായിരിക്കും ചിലപ്പോൾ വന്നേക്കണം. അവിടെ വന്നേക്കണേന്ന് നോക്കട്ടെ കേട്ടോ. പൈസ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. പൈസ കിട്ടി. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയേക്കാം. ഗൈസ്, നിങ്ങളുടെ വെക്കേഷനൊക്കെ തുടങ്ങിയില്ലേ? ആരാണ്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നണം. BMW എടുക്കണം എനിക്ക് കാണാം. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ഒരാൾ. ഇവനാണ് പട അവന് വണ്ടിയിൽ പോയി ഞാൻ കയറിയേക്കാം. പാർക്ക് ചെയ്യാനങ്ങ് പറഞ്ഞേക്കാം ഉള്ളിൽ. പാർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് പുറത്തെടുത്തുകൊണ്ട് വരും. ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ റോഡ് പിടിച്ച് നിൽക്കുമ്പോൾ മുകളിൽ വരുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അവനോട് മാത്രം ഞാൻ കാർ മെക്കാനിക്കിൻ്റെ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം എല്ലാവരോടും. നമ്മളെ കാർ റിവ്യൂവിൽ നിന്ന് ഇട്ടേക്കാം.
എന്നിട്ട് ഇതായില്ലെങ്കിൽ അവർക്ക് നമ്മൾ റിവീൽ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല ഗൈസ്. അല്ലാണ്ട് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ കാണിച്ചു തരാം. വണ്ടി ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അയ്യോ സോറി ഗൈസ്. ഇപ്പോൾ ഏകദേശം കണ്ടു കാണൂലേ വണ്ടി അയ്യോ ഗൈസ് ആരുടെ കണ്ടോ ഗൈസ്. നമ്മൾ വണ്ടി പുറത്തോട്ട് ഇറക്കി നമ്മളിങ്ങനെ പോവാണ് താഴത്തോട്ട്. അവൻ്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോവാട്ടോ. അയ്യോ ഗൈസ് ഇവരെന്നതിന് എനിക്ക് എക്സ്ചേഞ്ച് ഓഫർ വരുന്നത്. ഞാൻ വണ്ടി ഇറക്കിയല്ലോ നേരമാണ്. ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇനിയും കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ വീഡിയോസും വരുന്നതായിരിക്കും. ഒരു ഓഫ് റോഡ് പോകുന്നതും ഫ്രണ്ട്സായിട്ട് കളിക്കുന്നതൊക്കെ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളോട് നമുക്ക് മീറ്റപ്പൊക്കെ സെറ്റ് ചെയ്യാം. ഇതാരാണ് വെക്സാണ്. പിന്നെന്താ ഗൈസ് കണ്ടെന്ന് തോന്നുന്നു എൻ്റെ വണ്ടി. ഗൈസ് എങ്ങനെ ഡീസ് വണ്ടി സൈഡിൽ ഞാൻ മറ്റേ സ്ക്വിഡ് ഗെയിമിൻ്റെ ഭടന്മാരൊക്കെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രോൺ ഷൂട്ട് കാണിച്ചു തരാം. കണ്ടോ ഗൈസ് ഡ്രോൺ ഷൂട്ട് അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. ഞാൻ എങ്ങനെ പണിയുമെന്ന് ആലോചിച്ചിട്ടിരിക്കുമായിരുന്നു. ഞാൻ കുറേ വർക്ക് ആദ്യം ചെയ്തു നോക്കി, എന്നിട്ട് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ കിട്ടിയൊരു വർക്കാണ് ഞാൻ ചെയ്തത്. കുറച്ചും കൂടെ ഒരു വർക്കും കൂടെ പെൻഡിങ് കിടക്കുന്നുണ്ട്. ആ സ്ക്വിഡ് ഗെയിമിൻ്റെ മുകളിലുള്ള ചിഹ്നങ്ങളുടെ ഒരു ചിഹ്നം കൂടെ വെക്കാനുണ്ട്. അത് മാത്രമേ ഇനി വർക്കായിട്ട് കിടക്കുന്നുള്ളൂ. ഇതൊക്കെ പതിയെ ചെയ്യാം.